ഹായ് ഹലോ എന്താ മക്കളെ സുഖം എല്ലാവരും. അപ്പൊ നമ്മളിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് ഇറങ്ങാട്ടോ. അപ്പൊ വേറെ എവിടെയല്ല, നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗായിക്കൊണ്ടിരിക്കുന്ന ആതിരപ്പള്ളി മലക്കപ്പാറ വാൾപ്പാറ റൂട്ട് ഇറങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളിപ്പോ ഏകദേശം വായച്ചാൽ എത്താനായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാണ്. അപ്പൊ കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാം. ഓക്കെ. അപ്പൊ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ നമ്മളെ റോട്ട് മുന്നിൽ നിന്നുള്ള കാഴ്ച അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ടിക്കറ്റ് ഒക്കെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നേരെ അതിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ ശരിക്കും ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ വരെ പോകണം കേട്ടോ. ആ വെള്ളം ചാടുന്നത് വരെ പോകണം. അപ്പൊ കണ്ട് പോകാനുള്ള വഴിയൊക്കെ കുറച്ച് റിസ്ക് ആണ്. അപ്പൊ മക്കളിതാ നമ്മള് ഇറങ്ങി ചെന്നിട്ട് നേരെ നമ്മളെ വാട്ടർഫോളിന്റെ നേരെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോ സെഷനൊക്കെ നടക്കുകയാണ്. നല്ല വെള്ളാട്ടപ്പോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് 15 അറുപേര് വന്നോന്ന്, 15 അറുപേര് വന്നോന്നല്ല, കുറിച്ചാളൊരു തയ്യാറെടുപ്പിലാട്ടാ. അതിരപ്പള്ളിക്ക് പോരിട്ട രക്ഷയില്ല. അടിപൊളി ക്ലൈമറ്റ് ആണ്. വന്നാൽ പൊടിച്ചടക്ക നല്ല സമയമാണ്. അപ്പൊ ഇതാണ് നമ്മളെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മേലത്തെ കാഴ്ചട്ടാ. എത്ര നോക്കിയെന്നാലും നമുക്ക് മതി വരാത്തൊരു കാഴ്ചയാണ്. അതായത് ഇപ്പൊ ഈ മഴയും കൂടെ ആയപ്പോ നല്ല വെള്ളാട്ടാ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ക്ഷീണിച്ച് നല്ല കതച്ച് വരുന്നവർക്ക് കുറച്ചുണ്ട് കയറി വന്നാല് 10 രൂപ കൊടുത്ത് നല്ല അടിപൊളി ചുക്കാപ്പി കിട്ടും. നമ്മള് ചേച്ചിമാർ നടത്തുന്ന ചെറിയ കടയാണ്, അവിടെ തന്നെയാണ്. അപ്പൊ ചുക്കാപ്പിയൊക്കെ കുടിച്ചിട്ട് കിതപ്പൊക്കെ മാറ്റി ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ആകത്തിന് വന്ന് പോയാൽ മതിട്ടാ. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി. ആതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ വായച്ചാൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. നമ്മളെ ചാർപ്പ വാട്ടർഫാൾ എന്നാണ് ഇതിന്റെ പേരിട്ടാ. അപ്പൊ ഇതും കണ്ടു നിൽക്കാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പൊ മഴ കാരണം എല്ലായിടത്തും വെള്ളച്ചാട്ടമാണ്. അപ്പൊ അതിന്റെ ഒരു സീസൺ ആണല്ലോ ഇപ്പൊ. പിന്നെ നമ്മൾ 45 കിലോമീറ്ററോളം ഏകദേശം കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കണ്ടുപോകാം. കൊമ്പുണ്ടാവൂടാ. ഇതല്ലല്ല, ഇത് ചെറുതാണ്. മറ്റേത് ആ മ്ലാവ് ഭയങ്കര സൈസാണ്. പുള്ളി ഉണ്ടാവുമല്ലോ, മാനിന് പുള്ളി. അങ്ങനത്തെ നമ്മൾ ഏകദേശം മലക്കപ്പാറ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഉച്ചക്ക് 1:30 മണിയായി. നല്ല വിശപ്പാണ്. അപ്പൊ നമുക്ക് നല്ല മലയാളി ഹോട്ടലാട്ടോ. അപ്പൊ നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ. നമ്മളെ ചോറ് എത്തിക്കുന്നത് നല്ല കാബേജ് ഉപ്പേരി, അതുപോലെ ചെറുപയറ്, നല്ല മാങ്ങാച്ചാറ്, പപ്പടം, അപ്പൊ അത്ര സാധനങ്ങളാണ്. അവിടെ കംഫർട്ടബിൾ ആണോ? ഒരു വേർഡ് വേറെ പറഞ്ഞിട്ട് സ്പെഷ്യൽ എന്താ സ്പെഷ്യലേ? മീനെന്താണ്? ഏതാണ്? അപ്പൊ ഒരു ബീഫ് കറി ഒരു മീൻ എന്നിട്ട് പറയാം. അതിനകത്ത് നമ്മള് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മഴ നിന്നിട്ട് ശേഷം അവിടെ ഉള്ള ഒരു കാഴ്ചയാണ് ഇട്ടത്. നമുക്ക് നമ്മളെ എതിരിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊന്നും കാണാൻ പറ്റില്ല. അമ്മാതിരി കോട മഞ്ഞായിട്ട് ഇറങ്ങിക്കുന്നത്. ഭയങ്കര തണുപ്പുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലെങ്കിലും ഈ ഒരു റൂട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യണം കേട്ടോ. നമ്മൾ ആ ഭംഗി, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള യാത്ര ഭയങ്കര രസമാണ്. അപ്പൊ അടുത്തതായി ഇനി നല്ലൊരു കട്ടനൊക്കെ കുടിച്ചിട്ടാണ് ഇനി നമ്മളെ യാത്ര തുടരുക. അപ്പൊ ഒരു കട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അത് നമ്മളെ സ്റ്റവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. വിത്തൗട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മളെ ചായന്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതാ നല്ല തിളച്ച് മറിയുണ്ട്. പൊടിയിട്ടാണ്. അതാ നമ്മളെ റാഫിന്റെ വകയാണ് ഇന്നത്തെ കട്ട ചായ. അപ്പോൾ മഴ ചായ ജോൺസൺ മാഷ് എത്തിയിട്ടില്ല. മഴയും ചായ എത്തിയിട്ടുണ്ട്.
നല്ല കട്ടൻ ചായ മിച്ചർ. നമ്മുടെ ആതിരപ്പള്ളി പിന്നെ മടക്കപ്പാറ വാൾപ്പാറ ഒക്കെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ പോകണം, ഈ ഒരു മഴയുള്ള ടൈമില്. അപ്പോഴാണ് നമുക്ക് ശരിക്കും അവിടുത്തെ ഒരു ഭംഗി, അവിടുത്തെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്, ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ. മക്കളെ ചിറാപ്പൂഞ്ചി അടിക്കാനുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരിട്ടാ. നമ്മളെ മലക്കപ്പാറയാണ്, അടിപൊളി ക്ലൈമറ്റ് ആണ്, ചെറിയ ലൈറ്റ് മഴ ഉണ്ട്, എല്ലാവർക്കും തമർത്ത അതിന് പറ്റിയ ക്ലൈമറ്റ് ആണ്. എല്ലാവരും പോരും, നല്ല വൈബാണ്. പോരാൻ വിചാരിച്ചവരൊക്കെ ഇപ്പൊ പോരും, നല്ല ക്ലൈമറ്റ് ആണ്. എന്താ പാട് ഇവിടെ നല്ല വൈബ് എന്ന് പറഞ്ഞ മക്കളെ എന്നാ വൈബാച്ചിട്ടാ. കീളാടി തോറ്റുപോകും. അപ്പോ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഒരു ക്ഷീണം. അപ്പൊ ഇനി നമ്മുടെ 4 മണി ചായ കേട്ടോ ഇനി അടുത്തത്. അപ്പൊ അതിനുള്ള പരിപാടിയാണ്. ഇവിടെ നല്ല മഴ കേട്ടോ മക്കളെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കട്ടനല്ല, നല്ല അടിപൊളി പാൽച്ചായ ഉണ്ടാക്കണേ. അപ്പോൾ നമ്മളെ ബോസ് പരിപാടി തുടങ്ങി. അത് പൊളിക്കോ. പാല് പുറത്ത് കളില്ലേ, ആകെ ഒരു പാക്കറ്റ് ഉള്ളൂ. നല്ല സ്ട്രോങ് പൊടിയാണ് കേട്ടോ, നല്ല സ്ട്രോങ്. ഞാൻ മാക്രാട്ടി വെള്ളമൊന്നും പറ്റൂല, നല്ല സ്ട്രോങ് ചായ വേണം. ആദ്യം ആ തന്തക്ക് മധുരമില്ലാതെ ലൈറ്റിലൊരു ചായ എടുക്കും, മധുരമില്ലാതെ. അങ്ങനെ നമ്മൾ ചായ ഒക്കെ അവിടെ റെഡി ചെയ്യണേ. എന്തോ പുതിയാപ്പിളാരെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ, ഇറങ്ങി പുറത്തേക്ക്. കടിയെടുക്ക് കടിയെടുക്ക്. അപ്പോൾ ഇവിടെ കടി. അപ്പോൾ നമ്മളെ നല്ല ചായയും അതുപോലെ തന്നെ നല്ല ഒയിന്ന വട കേട്ടോ. വേറെ ഇതിൽ ആനമുട ഉണ്ടോ? അതവിടുന്ന് വാങ്ങിയല്ലേ. നമ്മളെ 2 റൗണ്ട് ചായ ഇട്ടാ, നല്ല അടിപൊളി പാൽ ചായ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഒയിന്ന വടയാണ്. അപ്പൊ ഞങ്ങൾ ടൂർ പറഞ്ഞ ഇതൊക്കെ തന്നെ കേട്ടോ. ഇതൊക്കെയാണ് വൈബ്. നല്ല മഴയാണ്. ഇതുപോലെ ഈ തേയിലത്തോട്ടത്തിന്റെ കടന്നിട്ട് ചായ അടിക്കുന്ന വൈബുണ്ടല്ലോ. ഇപ്പോൾ ഈ തേന് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ഇതേത് ചെറുതാ വലുതാ? വൻതേന്. അത് കൊമ്പ് തേന്. ഇത് 650 ഇതാണ് സൗണ്ട് വരുന്നത്. ഇതോട്ട് കാപ്പിയ. ആ കൊമ്പുതേന്ന് പറഞ്ഞാൽ എന്താ? இந்த கோல்ல இருக்கும்ல அதுக்கு இது வேற டேஸ்ட் உண்டாகும். അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ ആളയാർ ഡാമിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളയാർ ഡാമിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കാഴ്ച തന്നെ, നല്ല ഫ്രഷ് മീനുകളൊക്കെ നല്ല മസാല ഒക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അത് അപ്പോൾ തന്നെ അവിടെ ഫ്രൈ ആക്കി തരും. ഇപ്പോൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം വില കേട്ടോ. നല്ല ഫ്രഷ് മീനാണ്, ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനാണ്. അങ്ങനെ നമ്മളതൊരു മീനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇതാ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ആളയാർ ഡാമത്തെ മീനാണിത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നല്ല മീനാണ്, നല്ല ഫ്രഷ് മീനാണ്. ഈ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരും. ഇതിൻ്റെ കൂടെ നല്ല കപ്പ മീൻ മുളകിട്ടൊക്കെ ഉണ്ട്. വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തോണ്ട് അവിടെ ഉണ്ട്. കപ്പമ്മ കടന്നലാണ് അതിന് വേണം.
ഈച്ച കപ്പമ്മ കിടന്നേരുവാണ് ഇത്. ഗൈസ് മീനമ്മ ഈച്ചേനു. കപ്പമ്മ പിന്നെ കടന്നലുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല.